എന്ന് വിചാരിച്ചിട്ട് കാണുന്ന വ്യക്തികളെ ഒന്നും നമുക്ക് എല്ലാവരെയും നമുക്കൊന്നും വശ്യത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു വശ്യത എന്ന് പറയുന്നത് വശ്യപ്രയോഗത്തിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ്. നമുക്കിപ്പോൾ ആരെയാണ് ആവശ്യപ്പെടുന്നത്, ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ടൊരു കുട്ടി, ആ കുട്ടിയോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നുവെങ്കിൽ, ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കവിടെ വശ്യത ചെയ്യാൻ പറ്റും. വശ്യപ്രയോഗത്തിലൂടെ നമുക്കത് സാധ്യമാകാം. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി നമ്മളിലേക്ക് വശ്യതയിലേക്ക് വരുമോ, ഇത് വിവാഹത്തിൽ ചെന്ന് കലാശിക്കുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ വശ്യപ്രയോഗം സാധ്യമാകുകയുള്ളൂ. കണ്ടവരെ എല്ലാവരെയും വശ്യം ചെയ്യാനോ അല്ലെങ്കിൽ കാണുന്നതിനെല്ലാം വശ്യം ചെയ്യാനൊന്നും സാധിച്ചൊന്നും വരുന്നതല്ല. പ്രശ്നവശാൽ നമുക്ക് ആ ഒരു വ്യക്തിയെ നമ്മൾ വശ്യം ചെയ്താൽ നമ്മളോട് കൂടി ചേരുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വശ്യപ്രയോഗം പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സ്ത്രീയാവാം, പുരുഷനാവാം, ഏതെങ്കിലും പർട്ടിക്കുലർ വസ്തു ആവാം, എന്തിനു വേണമെങ്കിലും നമുക്ക് വശ്യപ്രയോഗത്തിലൂടെ സാധ്യമാകാം. വശ്യപ്രയോഗം, ഉച്ചാടനം, സ്തംഭനം, ഇതെല്ലാം പ്രത്യേകമായിട്ട് ചെയ്യുന്ന വിദ്വേഷണം, രണ്ട് വ്യക്തികളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ഇതെല്ലാം പ്രയോഗങ്ങളാണ്, കർമ്മങ്ങളാണ്. ഇതിലെ വശ്യത എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ വശീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്.